അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. തകർന്നുപോയ കാളികാവ്, അടയ്ക്കാക്കുണ്ട്, പാറശ്ശേരി, കുറുക്കനങ്ങാടി തടയണ നവീകരിച്ചാൽ നാടിന്റെ കുടിവെള്ള പ്രശ്നവും വ്യവസായ പാർക്കിലേക്കുള്ള ജലലഭ്യതയും പരിഹരിക്കാനാകും. ഒരു ഗ്രാമത്തിന്റെ ജലസ്രോതസ്സായിരുന്ന തടയണ തകർന്നിട്ട് 7 ആണ്ട് പിന്നിട്ടെങ്കിലും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2018 മലവെള്ളപ്പാച്ചിലാണ് അരിമണൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച നാടിന്റെ ജീവനാഡിയായ കരിങ്കൽ തടയണ തകർന്നത്. ഇതോടെ 100-ലേറെ കുടുംബങ്ങളുടെ കുടിവെള്ളവും കുളിക്കാനുള്ള സൗകര്യമാണ് മുട്ടിയത്. അരനൂറ്റാണ്ട് മുൻപ് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായാണ് ഈ തടയണ നിർമ്മിച്ചത്. തടയണ തകർന്ന ഭാഗം പുതുക്കി പണിതാൽ കുടിവെള്ള പ്രശ്നത്തിനും വ്യവസായ പാർക്കിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാനും കഴിയും. തടയണയുടെ 20 മീറ്ററോളം ഭാഗമാണ് 2018 തകർന്നത്. തുടർന്ന് ഈ ഭാഗത്ത് പുഴ ഗതിമാറി ഒഴുകുകയും വൻതോതിൽ കൃഷിഭൂമി ഇടിഞ്ഞ് നശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെങ്കോട്, അടയ്ക്കാക്കുണ്ട് ഭാഗങ്ങളിലെ കൃഷി ആവശ്യത്തിനു വേണ്ടി ഈ ചിറയിൽ നിന്നാണ് തോട് നിർമ്മിച്ച് വെള്ളം കൊണ്ടുപോയിരുന്നത്. പിന്നീട് കൃഷി ആവശ്യമില്ലാതായെങ്കിലും നാടിന്റെ കുടിനീർ പ്രശ്നം പരിഹരിച്ചിരുന്നത് ഈ തടയണയായിരുന്നു. ഈ കാളികാവ് പഞ്ചായത്തിലെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് പാറശ്ശേരി, കുറുക്കനങ്ങാടി, തീയങ്കോളനി മേഖല. ഇവിടുത്തെ പ്രശ്നം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു തടയണ ഉണ്ടായിരുന്നു. ഒരു 10-60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു തടയണയാണ്. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് കനാലിലൂടെ നമ്മുടെ ചെങ്കോട് ഭാഗത്തെ കൃഷി ആവശ്യത്തിനാണ് ഇത് ഉപയോഗിച്ചു പോന്നിരുന്നത്. പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ നിന്നോടുകൂടി ഇന്ന് അതിലൂടെയുള്ള കനാലിലൂടെയുള്ള വെള്ളത്തിന്റെ ഉപയോഗമൊന്നും ആരും നടത്തുന്നില്ല. പക്ഷെ 2019 ആ പ്രളയത്തിൽ ഈ തടയണ പൊളിഞ്ഞുപോയി. ഇതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങൾ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. അവർക്ക് കുളിക്കാനും അലക്കാനും കുടിക്കാനും ഒന്നും വെള്ളമില്ലാത്ത പരിസരത്തുള്ള കിണറുകളിലുള്ള വെള്ളമെല്ലാം നിന്നുപോയി. അപ്പൊ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ MLA ഒക്കെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം, ഈ തടയണ, പൊട്ടിപ്പൊളിഞ്ഞ തടയണ ഒരു പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഈ തടയണയും താഴെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും തമ്മിൽ 500 മീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ അവിടെ ആ തടയണ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം തടഞ്ഞു നിർത്താനും കഴിയും. അവിടുന്ന് ഒരു PVC പൈപ്പിലൂടെ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് വെള്ളം കൊണ്ടുവരാനും കഴിയും. ഒരേ സമയം മൾട്ടിപ്പിൾ പ്രോജക്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും. അവിടുത്തെ കുടിവെള്ള പ്രശ്നം തീരും, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാനും പറ്റും. അപ്പൊ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്ന് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ നമ്മൾ ഇത് ഇടപെട്ട് MLA-യോടും ഒക്കെ MP-യോടും ഒക്കെ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം. വീണ്ടും മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുകയാണ്. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണിതെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇപ്പോൾ തടയണയിൽ അല്പം പോലും വെള്ളം കെട്ടി നിർത്താൻ പറ്റാത്തതിനാൽ മധ്യവേനലിന് മുൻപ് പ്രദേശത്തെ കിണറുകൾ മുഴുവൻ വറ്റിവരളും. കുടിവെള്ളത്തിനായി നാട്ടുകാർ കടുത്ത പ്രയാസം നേരിടുകയും ചെയ്യും. തടയണ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.